സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മാവുകൾ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാവുകൾ കണ്ടുമുട്ടും, ആത്മാവുകളുടെ സംഗമം നടക്കാൻ പോകുന്നു. ദുനിയാവിൽ നിന്നൊരാൾ മരിച്ചുപോയാൽ, മരിച്ച ഒരാള് ആത്മാക്കളുടെ ലോകത്തേക്ക് വന്നാൽ അവർ ചോദിക്കുമത്രേ, എന്താ വർത്താനം നാട്ടിലൊക്കെ, ചങ്ങരയിൽ സുഖാണോ ചോദിക്കുന്നതാണ്. ചങ്ങരയിൽ നിന്ന് മരിച്ചു പോണ ഒരാൾ അപ്പൊ ചോദിക്കും, അല്ല നമ്മൾ മമ്മൂട്ടിന്റെ മോളെ കെട്ടിച്ചോ, നമ്മുടെ സിദ്ദീഖ് വന്നോ ഗൾഫിൽ നിന്ന്, എന്താ നമ്മുടെ നാട്ടിലെ മറ്റൊരു പരപ്പണി കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞോ, ഒക്കെ കുട്ടിണ്ടായോ, എല്ലാ വിവരങ്ങളും ചോദിക്കുന്നതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വളരെ വ്യക്തമായി ഒരു ഹദീസിൽ പറഞ്ഞത്, ആത്മാവുകൾ ഇരുന്ന് ചോദിക്കും. സുബ്ഹാനല്ലാഹ്. നാട്ടുകാരെ കാണുമ്പോ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ, പണ്ടൊക്കെ പ്രവാസികൾ അങ്ങനെയാണ്, ഇന്നിപ്പോ വിളിയും വരവൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നത് കൊണ്ട് വലിയൊരു ആവേശം കാണില്ല. മറ്റേ നാട്ടിൽ നിന്ന് വരുമ്പോ, എന്റെ നാട്ടിൽ നിന്ന് കത്തുണ്ടോ, വീട്ടിൽ നിന്ന് അച്ചാർ തന്നിട്ടുണ്ടോ, സാധനം കൊടുത്തയച്ചിട്ടുണ്ടോ എന്ന് കൂട്ടുകാരെ കാണാൻ റൂമുകളിൽ ചെന്ന് ആ ഒരു കുശലം ചോദിച്ചറിയുന്ന പോലെ മരിച്ചു പോകുന്ന റൂഹിനോട്, മുമ്പ് മരിച്ചുപോയ ആത്മാക്കൾ ദുന്യാവിലുള്ള ആളുകളെ കുറിച്ച് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളായ ആളുകൾ ഫയഅതൂന ബിഹി അർവാഹൽ മുഅ്മിനീന ഫലഹും അശദ്ദു ഫറഹൻ ബിഹി മിൻ അഹദികും ബിഗായിബിഹി യഖ്ദുമു അലൈഹി. നിങ്ങളിൽ നിന്ന് യാത്ര പോയ, കുറെ കാലായിട്ട് കാണാതായ ഒരാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവുകളെ മലക്കുകൾ സത്യവിശ്വാസികളുടെ ആത്മാക്കളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. മുഅ്മിനീങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടാവും അവിടെ, എല്ലാവരും ഒരുമിച്ച്. സുബ്ഹാനല്ലാഹ്. ഫയസ്അലൂനഹു, അവര് ചോദിക്കും, മാദാ ഫഅല ഫുലാൻ, എന്താ നമ്മുടെ ഇന്നാലിൻ്റെവന്റെ വർത്തമാനം എന്താണ്. ദുനിയാവിലെ കഥയൊക്കെ ചോദിക്കുന്ന, വോട്ട് ചെയ്തിനോ, വോട്ട് കഴിഞ്ഞോ, അടുത്ത് മരിച്ചവരൊക്കെയാണൊക്കെ ചോദിക്കും ചിലപ്പോ. മാദാ ഫഅല ഫുലാൻ, എന്തേ ചെയ്തത്, മാദാ ഫഅല ഫുലാൻ, എന്തേ ചെയ്തത് ചോദിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പം മലക്ക് അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ അരികത്തേക്കാണ് ആ റൂഹ് ചെന്നിട്ടുള്ളത്. ചില ആളുകൾ പറയും, മുഅ്മിനീങ്ങളുടെ കൂടെ നിന്ന് മലക്കുകൾ പറയും, ദഊ ഫഇന്നഹു കാന ഫീ ഗമ്മിദ് ദുനിയാ. നിങ്ങളെ എല്ലാവരും ഇപ്പം എല്ലാം കൂടെ ചോദിക്കല്ലേ, ദുന്യാവെന്ന് ക്ഷീണിച്ചിട്ട് വരികയാണ്, ഒന്ന് വിശ്രമിച്ചോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ എന്ന് മലക്കുകൾ പറയുന്ന. കാനഫി ഗമ്മിദ്ദുൻ. ഇപ്പൊ കുട്ടിന്റെ കല്യാണത്തിന്റെ പിന്നാലൊക്കെ കുറെ കഷ്ടപ്പെട്ടതാ. പിന്നെ ആ നാട്ടിൽ നമ്മുടെ ഉളുഹിയത്തൊക്കെ ഉണ്ടായപ്പോൾ അതിന്റെ പിന്നാലെ ആയിരുന്നു. പിന്നെ നാട്ടിലെ കുട്ടികളെ കല്യാണം കെട്ടിച്ചു കൊടുക്കാൻ ആ റിലീഫിന്റെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഓടിച്ചാടി ആ ഏപ്രിലെ ചൂടും ആ കടുത്ത ഉഷ്ണവും ഒക്കെ കഴിഞ്ഞിട്ട് വരും. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, നിങ്ങൾ എന്ത് ചെയ്തത്, ബുദ്ധിമുട്ടാക്കരുത്. ദഊ ഫഇന്നഹു കാന ഫീ ഗമ്മിദ് ദുനിയാ. അസുഖവും സങ്കടവും ദുഃഖവും മക്കൾ പറഞ്ഞാ കേൾക്കായും, ഭാര്യമാര് പറഞ്ഞാ കേൾക്കാതെ ആവലും, അങ്ങനെയൊക്കെ കുറെ ടെൻഷനൊക്കെ അടിച്ചിട്ട് വരികയാണ്. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, ഇപ്പൊ തന്നെ എല്ലാരും ചോദിക്കല്ലേ എന്ന് മലക്കുകൾ അവരോട് പറയും. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹു ഫീ ഗമ്മിദ് ദുനിയാ. എല്ലാവർക്കും ഉത്തരം കൊടുക്കും. ചില ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, ഹൽ തസവ്വജ ഇബ്നതു ഫുലാൻ, ഇന്നാലിന്നവന്റെ മോളെ കല്യാണം കഴിഞ്ഞോ. ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ല, ഹദീസിലുണ്ട് അങ്ങനെ. കല്യാണം കഴിഞ്ഞോ എന്ന് വരെ ചോദിക്കുന്നതാണ്. മുഅ്മിനീങ്ങൾ ചോദിക്കും. നാട്ടിൽ നിന്ന് വരുന്നവരോടെ മരിച്ച മയ്യത്തിനോട് ചോദിക്കും. റൂഹ് മുഅ്മിനീങ്ങളുടെ സ്ഥലത്തേക്ക് പോയാൽ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും. അപ്പൊ ചിലർ ചോദിക്കും, ഐന ഫുലാൻ, എന്താ നമ്മുടെ അബൂബക്കറിന്റെ വർത്താനം എന്താണ്, അബൂബക്കറിന്റെ കാര്യം എന്താണ്, ഐന ഫുലാൻ. അപ്പൊ മൂപ്പര് പറയും, മരിച്ചു വരുന്ന ഈ മയ്യത്ത് പറയും, പുതിയ റൂഹ് പറയും, അമാ അച്ചാക്കും, ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ, നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ, ഞാൻ പോരുന്നതിന്റെ 2 മാസം മുമ്പ് മരിച്ചല്ലോ മൂപ്പര്, ഇവിടെ വന്നിട്ടില്ലേ, അല്ലാ വന്നിട്ടില്ലല്ലേ, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എന്നാൽ ദുഹിബ ബിഹി ഇലാ ഉമ്മിഹിൽ ഹാവിയ, ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടാകും. ഇങ്ങോട്ട് വന്നതാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എത്തണല്ലോ, ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലേ, പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. എന്നാ പിന്നെ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ചില ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ കാണാത്തതിന്റെ പേരിൽ റൂഹുകൾ മറുപടി പറയുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ആത്മാക്കളുടെ ലോകത്ത് സംസാരം നടക്കുന്നുണ്ട്. അല്ലാഹുവേ, ഇലാ ഉമ്മിഹിൽ ഹാവിയ വമാ അദ്റാക മാ ഹിയ, എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ
നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന തീയാണത്. ഇങ്ങോട്ട് വന്നിട്ടില്ലേ, പിന്നെ നരകത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് ബേജാറായി വിഷമിച്ചുകൊണ്ട് അവർ പറയുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ മുഅ്മിനായ മനുഷ്യൻ യൻസിലു ബിഹിൽ മൗതു, മരണം ആസന്നമാകുമ്പോൾ വയുആയിനു മാ യുആയിൻ, ഒരുപാട് കാര്യങ്ങൾ കാണും. നമ്മളൊന്നും മലക്കുകളെ കാണുന്നില്ല, പക്ഷെ മരിക്കുന്ന നേരത്ത് നമുക്ക് മലക്കുകളെ കാണാൻ കഴിയുന്നതാണ്. ഖബറിലെത്തിയാൽ അതിലേറെ കാണാൻ പറ്റും. റൂഹങ്ങട്ട് ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതമായി തുടങ്ങാന്ന് കണ്ടാൽ പിന്നെ ഈ റൂഹിന് കഴിവുകൾ വർദ്ധിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ മരണത്തിന്റെ അവസ്ഥകൾ കാണുമ്പോൾ കൊതിച്ചു പോകും, എന്റെ ആത്മാവും എന്റെ ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോയിരുന്നെങ്കിലെന്ന്. എന്തിനാണെന്നറിയോ? അല്ലാഹുവിനെ കാണാൻ കൊതിയായിട്ട്. ഈ റൂഹണ്ട് പിരിഞ്ഞാലല്ലേ, ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലല്ലേ എന്നെ റബ്ബിനെ കാണാനുള്ള മരണത്തിലേക്ക് എനിക്ക് കടക്കാൻ പറ്റൂ എന്ന് മുഅ്മിനായ മനുഷ്യൻ കൊതിച്ചു പോകും. വഇന്നൽ മുഅ്മിന യുസ്അദു ബിറൂഹിഹി ഇലസ്സമാ, മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവുമായി ആകാശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഫതഅതീഹി അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ വന്നിട്ട് ഫതസ്തഖ്ബിറുഹു അൻ മആരിഫിഹിം മിൻ അഹ്ലിൽ അർളി, ഭൂമിയിലെ പരിചയക്കാരെ കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങും. പരിചയക്കാരൊക്കെ ചോദിക്കുന്ന അയൽവാസികള്, സുഹൃത്തുക്കള്, നാട്ടുകാര്, കൂടെ കളിച്ചവര് ഒക്കെ. തറക്കത്തു ഫുലാനം ഫിൽ അർളി, തറക്തു ഫുലാനം ഫിൽ അർളി, ഇന്നാലിന്ന ആളുകളെ ഞാൻ ഭൂമിയിൽ കാണുന്നുണ്ട്, ഞാൻ വരുമ്പോ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അഅജബഹും ദാലിക, അവർക്കത് വല്ലാത്ത ഇഷ്ടായിരിക്കും. എന്റെ +2 കഴിഞ്ഞ മോനെ കണ്ടോ? ഞാൻ മരിക്കേണ്ട തലേന്നോനെ കണ്ടതാ, പള്ളിയിൽ നോനെ കണ്ടിരുന്നു. എന്റെ മരുവനെ കണ്ടിരുന്നോ? മരുവനുണ്ടായിരുന്നു, അവിടെ നോമ്പറക്കാനൊക്കെ ഞങ്ങൾ ഉപ്പ ഇരുന്നിരുന്നത്. അങ്ങനെ പറയുമ്പോ അവിടെയുള്ള മുഅ്മിനീങ്ങൾക്കൊരു സന്തോഷമാണ്. അജബഹും ദാലിക, അവർക്കത് വല്ലാത്ത സന്തോഷമാകും. ഇത്മഅന്നു, അവർക്കത് ആശ്വാസമാകും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഇദാ ഖാല ഇന്ന ഫുലാനൻ ഖദ് മാത്, ഇന്നാലിന്ന ആള് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ മാജി അബീലൈന, എന്തേ നമ്മുടെ അരികത്തേക്ക് അയാൾ വരാതെ പോയത്? എവിടെ പോയിട്ടുണ്ട്? ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇലാ ഉമ്മിഹിൽ ഹാവിയ, അവന്റെ ഹാവിയ എന്ന സ്ഥലത്തേക്ക് അവൻ പോയിട്ടുണ്ടാകും, നരകത്തിലേക്ക് പതിച്ചിട്ടുണ്ടാകുമെന്ന് അവര് ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ. മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ തമ്മിൽ സംസാരമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.